ഹായ്, ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ വന്നിട്ടുള്ളൂ. ഷോപ്പിലെത്തിയേക്ക് ഞാൻ ഫോൺ നോക്കുകയാണ്. ഫോൺ നോക്കുമ്പോൾ വാട്സപ്പൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോ മെസ്സേജുകൾ വിടുമല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആയിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് അപ്പം ഞാൻ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് നോക്കി. അത് നോക്കിയപ്പോൾ കണ്ടമാനം വന്നിട്ടുണ്ട്. സാജിൻ്റെ വീഡിയോ കാണാൻ വയ്യ, നമുക്ക് മക്കൾക്ക് വീഡിയോ മൊബൈൽ തുറക്കാൻ വയ്യ. അരിഫാത്ത എന്താ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറേ ഒരു സ്വസ്ഥതയായിരുന്നു. ഇപ്പോഴാണ് വെക്കേഷനാണ്. ഈ വെക്കേഷൻ്റെ സമയത്ത് മക്കളെ കയ്യിലായിരിക്കും ഫുൾ ടൈമും ഫോണെന്ന് പറഞ്ഞാൽ മാതിരിയാണ്. അരിഫാത്ത എത്ര വെച്ചിട്ടാണ് നമ്മളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂട്യൂബർ നമുക്ക് നിന്നെടുത്ത് ഒഴിവാക്കേണ്ട ഒരു ഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഗതി എന്ന് അറിയണ്ടേ? അപ്പം ഞാൻ ലിങ്ക് നോക്കിയപ്പോൾ ആണ് ഈ സംഭവം കാണുന്നത്. ഇന്നലൊക്കെ ഞാൻ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ലിങ്കൊക്കെ കുറച്ചൊന്ന് നോക്കാലോ. നോക്കാം. മൈര സുഖല്ലടാ മൈര. എടാ നായിൻ്റെ മോനെ, നീ എന്നെ കുറെ അവിഹിതം ഉണ്ടാക്കി, അത് നടന്നില്ല. പിന്നെ എന്നെ തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കും, എൻ്റെ മക്കളെ തൊട്ട് കളിച്ചാൽ ഷാജി വീണ്ടും നിന്റെ വീട് കയറി നിന്റെ കണ്ടടിച്ച് മുടിക്കാനുള്ള കഴിവ് ഇന്ന് എനിക്കുണ്ട്. എന്തായാലും നീ എൻ്റെ മക്കളെ തൊട്ട് കളിച്ച സ്ഥിതിക്ക് നിനക്ക് അടുത്ത പണി വരുന്നത് നീ കാത്തിരുന്നോ. പിന്നെ നീ പറഞ്ഞല്ലടാ, ഷാജിയില്ലേ മക്കളെ വളർത്തി വെച്ചിരിക്കുന്ന ഒരാളുടെ മുതലും പിന്നെ നീ പറഞ്ഞ ഈ താത്താനെയും ഈ പറഞ്ഞ വീടും എല്ലാം നീ തെളിവ് അടക്കം കൊണ്ടുപോവാ. പിന്നെ ഷാജി വിളിച്ചാൽ പോലും ആരുടെയും വീട് കയറാത്ത ഒരാളാണ് ഞാൻ. വിളിച്ചാൽ പോലും ഞാൻ ആരുടെയും വീട്ടിൽ കയറലില്ല. എൻ്റെ മക്കൾ തീരെ പോവില്ല. എൻ്റെ മക്കള് എൻ്റെ നാട്ടില് എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ അവിടെ ഇരുന്ന് അവിടെ നാലോരം കളിക്കാന്നാലും മക്കൾ പുറത്തു പോവില്ല, വേറെ ഒരാളുടെ വീട്ടിൽ കയറില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ മക്കൾ ഒരാളുടെ വീട്ടിൽ കയറിയില്ല. പിന്നെ ചിരിച്ചു വീട്ടിൽ കയറി സാധനങ്ങൾ കട്ടു എന്ന് പറഞ്ഞ നിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ മക്കളെ കുറിച്ച് നീ അനാവശ്യം മോശം, എൻ്റെ മക്കളെ കള്ളന്മാരാക്കിയിട്ടുള്ളതില്ലേ, അത് നിന്റെ മക്കളുടെ തൊഴിലായിരിക്കും, അല്ലെങ്കിൽ നിന്റെ തള്ള പണ്ട് നിന്നെ പഠിപ്പിച്ച തൊഴിലായിരിക്കും. ഷാജിക്ക് ആ തൊഴിലും ഇല്ല, ഷാജിന്റെ മക്കൾക്ക് ആ തൊഴിലും ഇല്ല. മൈര പിന്നെ ഞാൻ തെറി വിളിക്കൂടാ. തെറി വിളിക്കുന്നത് അതൊരു സുഖാണ്. നിന്നെ തെറി വിളിക്കുമ്പോഴല്ലേ ഭയങ്കര. കുട്ടികളെ വെച്ചിട്ട് എന്തിനാണ് കളിക്കുന്നത്? വലിയവർ തമ്മിൽ പലതും പറയും, പ്രശ്നങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അതൊക്കെ സ്വാഭാവികം. മക്കളെ വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. മക്കളെന്ന് പറയുമ്പോൾ സാജി വീട്ടിൽ കയറിയിട്ട്, ഷെരീഫിൻ്റെ വീട്ടിൽ കയറിയിട്ട് ആ ചെറിയ പെൺകുട്ടി എന്താണ് പെറ്റ പലമെന്നൊന്ന് പറഞ്ഞ മാതിരിയുള്ള ചെറിയ പൈതലാണ്. ആ പെൺകുട്ടീൻ്റെ മുഖത്ത് നോക്കിയിട്ട് സാജിക്ക് പറഞ്ഞപ്പോൾ സാജിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായില്ല. ഞാൻ രണ്ട് ഭാഗം പറയാം. രണ്ട് ഭാഗത്തെ ചെറിയ പൈത മക്കളെ വെച്ചിട്ട് കളിക്കണ്ടങ്ങൾ, അത് നല്ലതല്ല. കുട്ടികളെ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ നിങ്ങൾക്ക് ജനിച്ചു എന്നുള്ളൊരു തെറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വൈരാഗ്യത്തിന് നമ്മളെ വാശിക്ക് ജയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ല കണ്ട് അതിൽ കുട്ടികളെ നമ്മളെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തരുത്. അത് ശരിയല്ല. ചില ആൾക്കാരെ ഒരു ഇതാണത്. എന്താണെന്ന് വെച്ചാൽ തന്തക്കും തള്ളക്കും വിളിക്കുക ജയം കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട്. എന്തിനാണ്? ചോദ്യത്തിന് ഉത്തരാണ്ട് പറഞ്ഞാൽ മതി. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ദേഷ്യം ഒരു മനുഷ്യരാണ് അതും ഇതൊക്കെ പറഞ്ഞു പോകും. സംഭവം ശരിയാണ്. പക്ഷേ അതിന് പകരം നമ്മളെ പൈത മക്കൾ എടുത്തിട്ട് അവരെന്ത് തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞതെന്നല്ല കണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ തന്നെ സാജി ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കി ക്യാമറ പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇവളങ്ങനെ ചെയ്യുന്ന, ഇവളിങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ആവും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞില്ലേ? അവരതെല്ലാം കണ്ടിരുന്നില്ല. നമുക്ക് നമ്മളെ അടുത്തേക്ക് വരുമ്പോഴാണ്, നമ്മളെ പറയുമ്പോഴല്ല, നമ്മളെ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ മക്കളെ പറയുമ്പോഴാണ്, നമ്മളെ രക്ഷിതാക്കളെ പറയുമ്പോഴാണ് നമുക്ക് ചൂടാവും അല്ലേ, കൂടുതൽ ദേഷ്യം പിടിക്കുക. നമ്മളെ പറയുമ്പോൾ പിന്നെ നമ്മളത് മെയിൻ ചെയ്യാതെ വിടും. നമ്മളെ മാതാപിതാക്കളെ നമ്മളെ മക്കളെ തൊട്ട് കളിക്കുമ്പോൾ എല്ലാവർക്കും പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആ കളി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടല്ലോ. എന്തിനാണത്? പിന്നെ ഈ കളിയെല്ലാം കളിച്ചിട്ട് രണ്ട് കൂട്ടരും എന്താ ചെയ്യുന്നതെന്നുള്ളത് രണ്ട് കൂട്ടർക്കും അറിയാം. പക്ഷേ ഇത് സമൂഹത്തിന് മുന്നിൽ വന്നു വരുമ്പോൾ ഇതേപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. കുട്ടികളൊക്കെ ഇത് കണ്ടു കേട്ട് വളരണം. പെണ്ണായി കിടക്കുന്ന അവൾക്ക് തീരെ നാണമില്ല, പിന്നെ മറ്റുള്ളവർക്ക് തീരെ നാണുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ? ഇതിനിങ്ങനെ ഒരു പെണ്ണിന് പറയാൻ പറ്റുന്ന ഒരു വാക്കല്ല ഇങ്ങനത്തെ വാക്കുകളൊക്കെ. എന്താ പറയുക, ദേഷ്യം പിടിച്ചാൽ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാരം. പിന്നെ നമ്മളെ പറയുമ്പോഴൊക്കെ പറയും. പക്ഷേ ഇത് വായ തുറന്നാൽ ഇതന്നെ പറയുന്നത്. ഞാൻ ഒരു സൗകര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ദിനിച്ചിട്ട് വന്നതൊന്നുമല്ല മക്കളെ, നല്ല പണിയുണ്ട് അൽഹംദുലില്ലാ. അപ്പം എന്തായാലും വേണ്ടില്ല, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വിട്ടപ്പോൾ അരിഫാത്ത അതൊന്ന് കണ്ടോക്കി, അരിഫാത്ത ഇതൊന്ന് കണ്ടോക്കി. എന്താണ്
യൂട്യൂബ് തുറക്കാനേ പറ്റണില്ല, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഏതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. പിന്നെ നീ പറഞ്ഞല്ലടാ ഷാജിലെ മക്കളെ വളർത്തി വെച്ചിരിക്കുന്ന ഒരാളുടെ മുതലും പിന്നെ നീ പറഞ്ഞ ഈ താത്താനെയും ഈ പറഞ്ഞ വീടും എല്ലാം നീ കൊണ്ട് തെളിവ് അടക്കം കൊണ്ടുപോവാ. പിന്നെ ഷാജി വിളിച്ചാൽ പോലും ആരുടെയും വീട് കയറാത്ത ഒരാളാണ് ഞാൻ. വിളിച്ചാൽ പോലും ഞാൻ ആരുടെയും വീട്ടിൽ കയറലില്ല. എൻ്റെ മക്കൾ തീരെ പോവില്ല. എൻ്റെ മക്കള് എൻ്റെ നാട്ടില് എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ അവിടെ ഇരുന്ന് അവിടെ 4 നേരം കളിക്കാന്നുണ്ടെങ്കിലും മക്കൾ പുറത്തു പോവില്ല, വേറെ ഒരാളുടെ വീട്ടിൽ കയറില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി എൻ്റെ മക്കൾ ഒരാളുടെ വീട്ടിൽ കയറിയില്ല. പിന്നെ ചിരിച്ചു വീട്ടിൽ കയറി സാധനങ്ങൾ കട്ടു എന്ന് പറഞ്ഞ നിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ മക്കളെ കുറിച്ച് നീ അനാവശ്യം മോശം എൻ്റെ മക്കളെ കള്ളന്മാരാക്കിയിട്ടുള്ളതില്ലേ, അത് നിന്റെ മക്കളുടെ തൊഴിലായിരിക്കും, അല്ലെങ്കിൽ നിന്റെ തള്ള പണ്ട് നിന്നെ പഠിപ്പിച്ച തൊഴിലായിരിക്കും. ഷാജിക്ക് ആ തൊഴിലും ഇല്ല, ഷാജിന്റെ മക്കൾക്ക് ആ തൊഴിലും ഇല്ല. മൈര പിന്നെ ഞാൻ തെറി വിളിക്കൂടാ. തെറി വിളിക്കുന്നത് അതൊരു സുഖാണ്. നിന്നെ തെറി വിളിക്കുമ്പോഴല്ലേ ഭയങ്കര സുഖാണ്. കാരണം എന്താണെന്നറിയോ, നിന്നെ പോലുള്ളവന്മാർക്ക് കേൾക്കണം. പിന്നെ നീ തെറി വിളിക്കില്ല. നീ പിന്നെ ഫാത്തിന അന്ന് 9 മോനെ എന്ന് പറഞ്ഞില്ലേ, അത് തെറിയല്ലേടാ മൈര. പിന്നെ എന്നെ വേശി വെടി എന്നൊക്കെ പറയുന്നത് നിന്റെ നാട്ടിൽ നല്ല പേരാണോ? എന്റെ മക്കളിനെ നീ തെളിവടക്കം കൊണ്ടുവരണേ, ഇല്ലെങ്കിൽ ഷെരീഫ് ഉള്ളിൽ പോകേണ്ട കേസാണ്. കാരണം ഞാനിത് എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചില്ല. എന്റെ മക്കളെ കള്ളനാക്കിയ സ്ഥിതിക്ക് ഞാൻ വിടാൻ തീരുമാനിച്ചില്ല. ഇതുവരെ നീ എന്നെ തൊട്ട് കളിച്ചു, ഇപ്പൊ എന്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. മക്കളെ തൊട്ട് കളിച്ച ഷെരീഫെ നീ കളി പഠിക്കും. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയില്ല. ഇതുപോലെ നല്ല രീതിയിൽ പടവെട്ടി വന്നതാണ് ഇവർ. അത് ഇപ്പോൾ എന്താ പറയുക, തൂറ്റിപ്പോയി. വീണ്ടും ഇതേപോലെ പടക്കം കത്തിച്ചിട്ട് നടക്കുന്നുണ്ട്. എവിടെ വെച്ച് തൂറ്റുമെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ആർക്കും ഒന്നും വിശ്വസിച്ചിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എപ്പോൾ എനി ടൈമും വേണമെങ്കിൽ ഇത് റൂട്ട് മാറാം ഒക്കെ അങ്ങനെയൊക്കെ പോവാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥ, ആരെ ഭാഗമൊന്നും പറയാൻ പറ്റാത്ത, ന്യായം എന്ത് അന്യായം എന്തെന്ന് പറയാൻ പറ്റാത്ത. കാരണം ഒരു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഇത്രയും രീതിയിൽ ചീപ്പായിട്ട് വീട്ടിൽ കയറിയിട്ട് ഒരു അന്യ സ്ത്രീ പറയുമ്പോൾ നമ്മളെ മക്കളെ പൈത മക്കളെ അത്രയും പറയുമ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറാവാൻ ഒരിക്കലും പാടില്ല. അത് വെച്ചാൽ ആ ഒരു അങ്ങനെ പറയുന്നൊരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീൻ്റെ അടുത്ത് സംസ്കാരം നമ്മൾ ഉദ്ദേശിച്ച് പോയിട്ടൊരു കാര്യമില്ല. അവരുടെ അടുത്ത് ആ രീതി, കാരണം പെറ്റ തള്ളനെ ഇത്രയും രീതിയിൽ പബ്ലിക്കിന് മുന്നിലിട്ട ഒരു സ്ത്രീ ആണെങ്കിൽ, പിന്നെ എന്താ പറയുക, ജീവിതം തന്ന മക്കൾക്ക് ജന്മം നൽകിയ ഭർത്താവിനെ ഈ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഒരു സാധാരണയായി കിടക്കുന്ന എത്രങ്ങനെ ഹണി ബന്ധമുണ്ടെങ്കിലും ശരി, ആ അവരായിട്ട് എങ്ങനെ ആയിരിക്കും അവൾ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കാൻ കുറച്ചെങ്കിലും മൂളുണ്ടായിരുന്നെങ്കിൽ ഷെരീഫ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ ഷെരീഫിനെ കുറ്റം പറയല്ല, എന്നാൽ ഉള്ളത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കാര്യം തീരുമാനിക്കുക. എന്തായാലും ഞാനത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നല്ലത് ഉദ്ദേശിച്ച് പോയതായിരിക്കാം, നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് എന്താ പറയുക, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്ക് എന്താണ് പിന്നെ റസൂലിൻ്റെ പേരക്കുട്ടിയായി കിടക്കുന്ന ഹുസൈൻ തങ്ങൾ തന്നെ ചരിത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ ചതിയിൽ കൂടെ എന്തും കാട്ടാൻ പറ്റുന്നതാണ് പല സ്ത്രീകളും. എല്ലാവരും അല്ല പറയുന്നത്, പല സ്ത്രീകളും. അപ്പം അത് അങ്ങനെയാണ്. അതിപ്പം എന്താ പറയുക, ചരിത്രം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടായിക്കൂടാ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കും. എന്താ ഞാൻ ഇത്ര പറഞ്ഞു എന്നുള്ളൂ. ഇനി ഉണ്ട് കുറേ പറയാൻ, പക്ഷെ പറയുന്നില്ല, നേരമില്ല. ഓക്കെ.